നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിനെതിരെ CPM നിരന്തരമായി സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അന്ന് പേരാമ്പ്രയിൽ വെച്ച് ഷാഫിക്ക് മർദ്ദനമേറ്റ സമയത്ത് തന്നെ ഇത് കള്ളക്കഥയാണ്, ഷാഫിക്ക് മർദ്ദനമേറ്റിട്ടില്ല, ഷാഫിയുടെ നാടകമാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൂവാലയിൽ ഈ പറയുന്ന പോലെ പെയിന്റ് അല്ലെങ്കിൽ കളറ് മുക്കിക്കൊണ്ടുപോയി മൂക്കിന് പൊത്തുകയും അതിനുശേഷമാണ് ഷാഫിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്തത് എന്ന തരത്തിലായിരുന്നു വലിയ പ്രചാരണങ്ങൾ CPM അന്ന് രാത്രി മുതൽ വിവിധ സൈബർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ചത്. ഇത് ഷാഫിയുടെ ഷാഫി ഷോ എന്നാണ് CPM ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് അന്ന് പ്രചരിപ്പിച്ചത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വിഷ്ണു എന്ന് പറയുന്ന TP രാമകൃഷ്ണനുമായി ഒപ്പം ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ സഹിതം പുറത്തു വന്ന പോലീസുകാരനാണ് ഷാഫിയെ അടിച്ചത് എന്നുള്ള വാർത്ത ഈ പറയുന്ന വിഷ്വൽ സഹിതം എല്ലാ മാധ്യമങ്ങളിലും വന്നതോടുകൂടി CPM അതുപോലെ തന്നെ പോലീസും വെട്ടിലാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതുപോലെ വടകരയിലെ DYSP ആയിട്ടുള്ള വടകര റൂറൽ SP ആയിട്ടുള്ള ബൈജു വളരെ കൃത്യമായി തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് മാധ്യമങ്ങളോട് ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ CPM വേണ്ടി പറയുന്ന ബൈജുവിനെയാണ് നമ്മൾ അന്ന് കണ്ടത്. ഈ കൺഫേർഡ് IPS എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പുറത്തായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന വിമർശനമൊക്കെ അന്ന് തന്നെ ഉയർത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്നത് അദ്ദേഹത്തിന്റെ മൂക്കിന് സർജറി നടന്നു, മൂക്കിന് പൊട്ടലുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതിന് ശേഷവും അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് 3 ശസ്ത്രക്രിയകളാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് നടത്തിയത്. ഇപ്പം ചില സൈബർ സഖാക്കളൊക്കെ ചില കണ്ടുപിടുത്തങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഷാഫി പറമ്പിലിന് മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടെങ്കിൽ താടിയും മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. ആ കോപ്പി പേസ്റ്റ് അതേപടി എടുത്ത് എല്ലാ സഖാക്കളും ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. എന്തോ വലിയ കാര്യം പോലെയാണ് ഈ സൈബർ സഖാക്കൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ഏത് MBBS കിട്ടിയ ഡോക്ടറാണ് എന്നൊക്കെ തുടങ്ങിയ വില കുറഞ്ഞ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കാണാം. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? കൃത്യമായ ഉത്തരം അതിനുണ്ട്. കാരണം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്, മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്കാൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ചികിത്സിച്ച ബേബി മെമ്മോറിയലിലെ സീനിയർ ENT സർജൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം വെറുതെ നമ്മൾ ഡോക്ടർമാരെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് പേര് പറയാത്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അവിടുത്തെ സീനിയർ സർജൻ ആയിട്ടുള്ള മറ്റൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ ഇവരോട് കാര്യങ്ങൾ സംസാരിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇങ്ങനെ പറയുന്ന പ്രചാരണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി വിശദമായി സംസാരിച്ചു. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ മൂക്കിന്റെ എല്ലിന് അദ്ദേഹത്തിന് നേസൽ ബോൺ ഫ്രാക്ചർ ആണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നേസൽ ബോൺ ഫ്രാക്ചർ, മൂക്കിന്റെ എല്ലിന് പൊട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പാലത്തിന് പൊട്ടുണ്ട്, മൂക്കിന്റെ എല്ലിന് മാത്രമല്ല മൂക്കിന്റെ പാലത്തിന് പൊട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഇഞ്ചുറി കൂടെ അദ്ദേഹത്തിന്റെ മൂക്കിന് സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൂക്കിന് ചെയ്ത ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുള്ളത് കൊണ്ട് കൃത്യമായി അദ്ദേഹത്തിന് നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഒരു മെത്തേഡ് ആണ് അവിടെ ഡോക്ടർമാർ ചെയ്തത്. ആ മെത്തേഡിനൊപ്പം തന്നെ എന്താണ് എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസി എന്ന് പറയുന്ന വേറൊരു മെത്തേഡും കൂടി അവിടെ ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഈ സെപ്റ്റത്തിന്, അതായത് പാലത്തിന് പൊട്ടുള്ളത് കൊണ്ട് അതും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ മൂക്കിന്റെ എല്ലിനും അതുപോലെ തന്നെ പാലത്തിനും പൊട്ട് വന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ L2 ഭാഗത്തും ഒരു പൊട്ടുണ്ട്. ഈ നമ്മളെ സാധാരണ മൂക്കിന്റെ പാലം നേരെയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് മൂക്കിന്റെ പാലത്തിന് വളവുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ വളവ് ശരിയാക്കിയിട്ട് മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് കൃത്യമായി ഈ രീതിയിലുള്ള സർജറി നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം ഏറെ പുരോഗമിച്ച ഈ ഘട്ടങ്ങളിൽ ഒരുപാട് കാലഘട്ടം മുന്നോട്ട് പോയ ഘട്ടത്തിൽ പഴയതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് നിലനിന്നത് പോലെ മൂക്ക് മൊത്തം ഓപ്പൺ ആയിട്ട് തുറന്നുള്ള ശസ്ത്രക്രിയ അല്ല എന്നുള്ളത് സൈബർ സഖാക്കൾ മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ടാണ് ഈ വിവരക്കേട് അവർ വിളിച്ചു പറഞ്ഞത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ മൂക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് നേരിട്ട് ഈ നീഡിൽ, അതായത് എൻഡോസ്കോപ്പിക് നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ആദ്യം സെർച്ച് നടത്തുന്നു, ക്യാമറ ഉൾപ്പെടെയുള്ള ഒരു ഉപകരണം അകത്തോട്ട് കടത്തി അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ എൻഡോസ്കോപ്പിയുടെ സഹായത്തോടെ തന്നെ പാലത്തിന്റെ പൊട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നേരെയാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ
എന്താണ് ബോൺ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട റിഡക്ഷൻ ചെയ്യുന്നത്. ഈ ബോൺ ഫ്രാക്ചർ, നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ, അതായത് ഒരു സർജറിയാണത്. ആ സർജറി ചെയ്യുന്നത്, ആ സർജറി എന്ന് പറയുന്നതും ഒരു നീഡില് അകത്തോട്ട് കടത്തി അവിടെയുള്ള എന്താണ് മൂക്കിനകത്തുള്ള രോമങ്ങൾ വെട്ടിയെടുത്ത് അവിടെ കൃത്യമായി സർജറി, മൈന്യൂട്ട് സർജറി ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. അല്ലാതെ അതിന് യാതൊരു തരത്തിലും ഈ പറയുന്ന പോലെ മീശയോ താടിയോ ഒന്നും വടിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ ഒരു അണുബാധയുടെ സാധ്യതയുമില്ല. അതിനുശേഷം ആ മൂക്ക് ഒരു ദിവസത്തേക്ക് 24 മണിക്കൂർ സമയത്തേക്ക് മൊത്തമായി മൂടിക്കെട്ടുകയും പിന്നീട് അത് പ്ലാസ്റ്റർ മാത്രം വെച്ചുകൊണ്ട് ശ്വാസം കഴിക്കാവുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇതൊന്നും അറിയാതെ ഏതൊക്കെയോ സൈബർ സഖാക്കൾ പടച്ചുവിട്ട വാർത്ത, എന്താണ് പ്രൊഫസർമാരെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അറിവുണ്ട് എന്ന ധാരണയിൽ ഏത് ഡോക്ടർമാരാണ് ഷാഫിക്ക് ഇത് ചെയ്തത്, ആരാണ് അദ്ദേഹം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നവരോട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് പോരായിരുന്നു ഈ ഒരു പോസ്റ്റ് ഇടാൻ. ഒക്കെ പോട്ടെ, നമ്മുടെ കാർഡിയോളജിസ്റ്റ് തൃക്കാക്കരയിൽ മത്സരിച്ച ജോസഫ് എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ മെഡിക്കൽ പരമായിട്ടൊക്കെ പ്രതികരിക്കുന്ന, മെഡിക്കൽ രംഗവുമായിട്ട് നല്ല അറിവുള്ള സഖാവ് സരിന്റെ ഭാര്യ സൗമ്യ സരിനുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മെഡിക്കൽ രംഗത്ത് അവർക്ക് വളരെ കൃത്യമായി അറിവുള്ളതാണ്. അവരോട് ചോദിച്ചാൽ കൃത്യമായി മറുപടി അവർ പറഞ്ഞു തരുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെയാണ് സഖാക്കൾ അറിയാത്ത കാര്യത്തിൽ കയറി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടുന്നത്. ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ആളുകളൊക്കെ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും, അയ്യോ ഇത് പറയുന്നത് ശരിയാണല്ലോ, ഇങ്ങനെയാണോ, പിന്നെ എന്താണ് എവിടെയെങ്കിലും ഒക്കെ സർജറി ചെയ്യുമ്പോൾ അത് ഷേവ് ചെയ്യുമല്ലോ. ഈ ബ്രെയിൻ സർജറി ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷേവ് ഒക്കെ ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ലംബാർ സർജറിക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഷേവ് ഒക്കെ ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാതെ ഏതെങ്കിലും വിളിച്ചു പറഞ്ഞ് ഷാഫിയെ പോലുള്ള ഒരു നേതാവിന് പിന്നെയും മൈലേജ് കൂട്ടുന്ന പണിയാണ് സൈബർ സഖാക്കൾ എടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരും എന്നതാണ് എനിക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ കണ്ടുപിടുത്തം അപാരമാണ്. പക്ഷേ ഇത് മെഡിക്കൽ രംഗത്തുള്ള ആളുകളോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട KGMOയിലെ ഏതെങ്കിലും ഡോക്ടർമാരോടെങ്കിലും ചോദിച്ചിട്ട് മതിയായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം.